ആർട്ടോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഇതുപോലുള്ള ഷേപ്പുകൾക്കുള്ളിലും അതേപോലെ തന്നെ ഇതുപോലുള്ള പ്രത്യേക ഭാഗങ്ങളിലുമൊക്കെ എങ്ങനെയാണ് ടെക്സ്റ്റ് കൊണ്ടുവരുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ടൂൾ ബാറിൽ പോയിക്കൊണ്ട് ഈ ഒരു ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം ഈ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് ഏതൊരു ഫോണ്ടാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഏരിയൽ എന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഏരിയൽ റെഗുലർ എന്ന ഫോണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം എത്രയാണോ നമ്മുടെ ടെക്സ്റ്റിന് സൈസ് വേണ്ടത് ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 15 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫോണ്ട് കറക്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് ടെക്സ്റ്റ് കൊണ്ടുവരുന്നത്. ഇനി പാരഗ്രാഫ് രൂപത്തിൽ ഒരുപാട് ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് മറ്റൊരു രൂപത്തിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ശേഷം ഞാൻ ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് ആണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പാരഗ്രാഫ് ടെക്സ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഏതൊരു ഭാഗത്താണോ നമ്മുടെ പാരഗ്രാഫ് കൊണ്ടുവരേണ്ടത് ആ ഒരു ഭാഗം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ടൈപ്പ് ടൂൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം മൗസിൽ നിന്നും വിരലെടുക്കാതെ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഭാഗത്താണോ നമ്മുടെ ടെക്സ്റ്റ് കൊണ്ടുവരേണ്ടത് അത്രയും ഭാഗം ഇതേപോലെ സെലക്ട് ആയിട്ട് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുന്നു. ഇത്ര ഭാഗം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം മൗസിൽ നിന്നും വിരലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഡമ്മി ടെക്സ്റ്റ് ഇതിനുള്ളിൽ ലഭിക്കുന്നതാണ്. ശേഷം ബാക്ക് സ്പേസ് പ്രസ് ചെയ്തുകൊണ്ട് മായ്ച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോട്ടോഷോപ്പിൽ നിന്നും ഒരു ഡമ്മി ടെക്സ്റ്റ് ലഭിക്കുന്നതാണ്. അതാണ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പേസ്റ്റ് ലോറം എപ്സം എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ഇവിടെ ഡമ്മി ആയിട്ട് ലഭിക്കുന്നതാണ്. ശേഷം ടെക്സ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് Ctrl A എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ആയിട്ട് ലഭിക്കുന്നതാണ്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് അലൈൻമെൻറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് അലൈൻമെൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. സാധാരണയായിട്ട് ടെക്സ്റ്റ് നമുക്ക് ഈ ഒരു രൂപത്തിൽ നമ്മുടെ പാരഗ്രാഫായിട്ട് കൊണ്ടുവരാവുന്നതാണ്. അതല്ലെങ്കിൽ അത് ഫിറ്റായിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിൽ പോയി കഴിഞ്ഞാൽ പാനൽസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ ക്യാരക്ടേഴ്സ് എന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും പാരഗ്രാഫ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റിഫൈ ലാസ്റ്റ് ലെഫ്റ്റ് എന്നൊരു ഐക്കൺ കാണാവുന്നതാണ്. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ടെക്സ്റ്റ് ഫിറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ ഒരു ബോക്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ Ctrl T എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ബോക്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഈ ഒരു പ്രത്യേക ഏരിയയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമുക്ക് റൗണ്ട് ത്രികോണം പോലെയുള്ള പ്രത്യേക ഷേപ്പിനുള്ളിലൊക്കെയാണ് ടെക്സ്റ്റ് കൊണ്ടുവരേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിലാണ് കൊണ്ടുവരുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് Ctrl A എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം Ctrl C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇത് കോപ്പി ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് റൗണ്ടിനുള്ളിലുള്ള ടെക്സ്റ്റ് ആണ് കൊണ്ടുവരേണ്ടത്. അതിനുള്ളിൽ പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ളത്. മൗസ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഞാനിത് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ശേഷം ഞാൻ റൗണ്ടിനുള്ളിലാണ് ടെക്സ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെ റൗണ്ടിനുള്ളിൽ ടെക്സ്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഷേപ്പുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു ഷേപ്പിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ പല ഷേപ്പുകൾ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നുള്ള ഏത് ഷേപ്പിനുള്ളിൽ നമുക്ക് ടെക്സ്റ്റ് കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്നും റൗണ്ട് ആണ് സെലക്ട് ചെയ്യുന്നത്. എലിപ്സ് ടൂൾ എന്ന് പറയുന്ന റൗണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പാത്ത് ആണ് സെലക്ട് ആയി കിടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള റൗണ്ട് ഇവിടെ വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു റൗണ്ട് ഇവിടെ വരച്ചു കൊടുക്കാൻ പോവാണ്. ശേഷം ഈ ഒരു റൗണ്ടിനുള്ളിലേക്ക് ടെക്സ്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൂൾ ബാറിൽ നിന്നും ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു റൗണ്ടിനുള്ളിലേക്ക് നമ്മുടെ ടെക്സ്റ്റ് ടൂൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഏകദേശം ഈ ഒരു രൂപത്തിൽ മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഏകദേശം ഈ ഒരു രൂപത്തിൽ മാറിയിട്ടുണ്ട്. ശേഷം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഡമ്മി ടെക്സ്റ്റ് ലഭിക്കുന്നതാണ്. ഞാൻ അതിന് പകരമായിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. Ctrl V എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വളരെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വൃത്തത്തിനുള്ളിൽ നമ്മുടെ ടെക്സ്റ്റ് ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ശേഷം ഞാൻ മൗസ് ടൂൾ സെലക്ട് ചെയ്യുന്നു.
ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു റൗണ്ടിനുള്ളിൽ നമ്മൾ ടെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ത്രികോണം സെലക്ട് ചെയ്തുകൊണ്ട് ത്രികോണത്തിനുള്ളിൽ ടെക്സ്റ്റ് കൊണ്ടുവരാവുന്നതാണ്. അല്ലെങ്കിൽ പോളിഗൺ വരച്ചുകൊണ്ട് അതിനുള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് കൊണ്ടുവരാവുന്നതാണ്. ഇനി നമ്മൾ ടെക്സ്റ്റ് കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ഇമേജിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ മറ്റൊരു രീതിയിലാണ് നമ്മൾ ടെക്സ്റ്റ് കൊണ്ടുവരുന്നത്. അതും ഞാനിവിടെ കാണിക്കാൻ പോവുകയാണ്. ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ശേഷം ഞാനിവിടെ ഒരു ഫയൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കളർ ബാക്ക്ഗ്രൗണ്ടും അതേപോലെ തന്നെ ഒരു ഇമേജുമാണുള്ളത്. ശേഷം ഞാൻ ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫേസിന് മുകളിലൊക്കെ ടെക്സ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫേസിന് മുകളിൽ ടെക്സ്റ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ഈ ഒരു ഭാഗത്ത് മാത്രം ടെക്സ്റ്റ് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം ടെക്സ്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഭാഗം സെലക്ട് ചെയ്ത് അതിനുള്ളിൽ ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് പോകുന്നത്. അത് കറക്റ്റായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് മാർജിൻ കൊണ്ടുവരാൻ പോവാണ്. അങ്ങനെ മാർജിൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്കെയിൽ അവൈലബിൾ ആവേണ്ടതുണ്ട്. അങ്ങനെ സ്കെയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl+R എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആ ഒരു സ്കെയിലിൻ്റെ മാർക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ശേഷം ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സ്കെയിൽ ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് ഒരു സ്കെയിൽ വെക്കുന്നു. ശേഷം ഒരു സ്കെയിലും കൂടെ വലിച്ചുകൊണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്ത് വെക്കുന്നു. ഇത് നിർബന്ധമില്ല, ഞാനൊന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെയും ഒരു സ്കെയിൽ വെക്കുന്നു. ശേഷം ഇവിടെയും ഒരു സ്കെയിൽ വെക്കുന്നു. ഇപ്പോൾ നമ്മൾ 4 ഭാഗത്തും സ്കെയിൽ വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ടെക്സ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്. എന്നാൽ ഈ ഒരു ഫേസിന് മുകളിൽ ടെക്സ്റ്റ് ഇല്ലാതെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ പെൻ ടൂൾ സെലക്ട് ചെയ്യാം. ശേഷം ഏതൊരു ഭാഗത്താണ് നമുക്ക് ടെക്സ്റ്റ് വേണ്ടത് ആ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ മുകളിൽ പാത്ത് ആണ് സെലക്ട് ആയി കിടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താം. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഭാഗത്തും ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇതേപോലെ നമുക്ക് ടെക്സ്റ്റ് വരേണ്ട ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമ്മൾ തുടങ്ങിയ ഭാഗത്ത് തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നമുക്ക് ഇതേപോലെ ഒരു പാത്ത് ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഇവിടെ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പാത്തിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഡമ്മി ടെക്സ്റ്റ് ലഭിക്കുന്നതാണ്. ശേഷം ആ ഒരു ടെക്സ്റ്റ് ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. Ctrl+V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഞാനിത് പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ടെക്സ്റ്റ് ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് മുഴുവനായിട്ടും ടെക്സ്റ്റ് ലഭിച്ചിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ശേഷം ഞാൻ മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് ആ ഒരു ഫേസിന് ചുറ്റും നമ്മുടെ ടെക്സ്റ്റ് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സ്കെയിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ആ ഒരു സ്കെയിലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ വലിച്ചു മുകളിലോട്ട് കൊണ്ടുപോയി ഇടാവുന്നതാണ്. അതല്ലെങ്കിൽ Ctrl+H എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിലുകൾ മുഴുവനായിട്ടും ഡിസേബിൾ ആവുന്നതാണ്. ഒന്നുകൂടെ Ctrl+H എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിൽ വീണ്ടും വരുന്നതാണ്. ഞാനിപ്പോൾ Ctrl+H എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്കെയിൽ ഡിസേബിൾ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ വളരെ മനോഹരമായിട്ട് ടെക്സ്റ്റ് ഇമേജിന് ചുറ്റും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.